വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി ഇവിടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ടും ഉറപ്പെടുത്താനും. അപ്പോൾ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളും അതേപോലെ ട്രയൽ അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയും ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിലവിൽ ജൂൺ 18-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇനിയും ഏതെങ്കിലും വിദ്യാർത്ഥികൾ പരിശോധിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mg.ac.in വന്ന് വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാനും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും അതായത് നിലവിൽ ജൂൺ 15-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളേജ് ഓപ്ഷൻസ് അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനോ താല്പര്യപ്പെടുകയാണെങ്കിൽ നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ജൂൺ 15-ാം തീയതി വരെയുള്ള സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കൂടാതെ നിലവിൽ ഇനിയും MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ അതായത് ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള അഡ്മിഷനായിട്ടുള്ള MG യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജൂൺ 15-ാം തീയതി വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ MG യൂണിവേഴ്സിറ്റി ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂൺ 15-ാം തീയതി, അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 18-ാം തീയതി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് 24-ാം തീയതി, അതേപോലെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 1/7/2021, അതായത് ജൂലൈ 1 ക്ലാസ് ഉൾപ്പെടൽ കാര്യം തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഡേറ്റ് ഓർത്ത് വെക്കുക. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമതായി കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള മലയാളം യൂണിവേഴ്സിറ്റി അതായത് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി 2025-26 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ വിളിക്കുകയും ഏറ്റവും അവസാനമായിട്ട് ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് BA അതേപോലെ BSc വിവിധ BA ഡിഗ്രിയും അതേപോലെ തന്നെ BSc സബ്ജക്റ്റുകളുമാണ് ഈ പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയും അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും റാങ്ക് ലിസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലെയും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് വിദ്യാർത്ഥികൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പേരടിസ്ഥാനത്തിൽ ഓരോ വിദ്യാർത്ഥിയുടെയും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻഡെക്സ് മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലയാളം യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥിയും ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള മലയാളം യൂണിവേഴ്സിറ്റി.edu.in എന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം വിദ്യാർത്ഥികളുടെ ഇൻ്റർവ്യൂ സമയം അതായത് BA പ്രോഗ്രാം അതേപോലെ BSc പ്രോഗ്രാമിന് ഇൻ്റർവ്യൂ ജൂൺ 19-ാം തീയതി വ്യാഴാഴ്ചയാണ് വിദ്യാർത്ഥികളുടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും BA വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ രാവിലെ 9:30-നും BSc വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് 2 മണിക്കുമാണ് ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സ് എടുത്ത് നേരിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷനായിട്ട് നിങ്ങൾ ഹാജരാകുമെന്ന് ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ മൂന്നാമതായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അതായത് നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റ് അതായത് ജൂൺ 17-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.kannur.university.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ അഡ്മിഷന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ജൂൺ 19-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കുക. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അതേ സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 25-ാം തീയതി ജൂൺ 25-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ അഡ്മിഷൻ എല്ലാ പ്രൊസീജിയറും ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 22/8/2025 വരെയാണ്. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കുക 19-ാം തീയതി വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് 17-ാം തീയതി വരെ അപേക്ഷ കൊടുക്കുവാനും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ കൊടുക്കുവാനും സാധിക്കുന്ന കാര്യം വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നാലാമതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ജൂൺ 15-ാം തീയതി വരെ, അതായത് വിദ്യാർത്ഥികൾക്ക് നാളെയും കൂടി കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് 15-ാം തീയതി നാളെ, അതേപോലെ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് മറ്റന്നാൾ അതായത് ജൂൺ 16-ാം തീയതി വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ എഡിറ്റ് ചെയ്യാനുള്ള സമയം 17-ാം തീയതി വരെ, അതിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 18-ാം തീയതി ജൂൺ 18-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൂടി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതേപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 25/6/2025 വിദ്യാർത്ഥികൾ ക്ലാസ്
വിദ്യാർത്ഥികൾ ക്ലാസ് ആരംഭിക്കുന്ന ഡേറ്റ് ജൂലൈ 1, അതായത് 1/7/2025 വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കൂടി ആരംഭിക്കുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ admission.kerala.university.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികളുടെ ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഇനിയുള്ള ഈ ഒരു ദിവസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അവസാനമായിട്ട് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അതായത് യൂണിവേഴ്സിറ്റിയുടെ ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ട്രയൽ അലോട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് കൃത്യമായിട്ട് ജൂൺ 16 തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. കൂടാതെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ 16 മുതൽ 18 വരെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. കൂടാതെ മെയിൻ അലോട്ട്മെൻറ്റ് ആയിട്ടുള്ള, അതായത് മുഖ്യ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ ഷെഡ്യൂൾ പ്രകാരം 21 പ്രസിദ്ധീകരിക്കുക. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതേ സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ അലോട്ട്മെൻറ്റും നിശ്ചിത സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ, അതായത് മാൻഡേറ്ററി ഫീ ഉൾപ്പെടെയുള്ള കാര്യം കൃത്യമായിട്ട് അടച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അലോട്ട്മെൻറ്റ് സമയം വിദ്യാർത്ഥികൾ വളരെ കൃത്യമായ രീതിയിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 27 അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ മറ്റു യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ 1 ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ക്ലാസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അലോട്ട്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ അപ്ഡേറ്റ്സുകളും വിദ്യാർത്ഥികൾ അതത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ സമയത്തും ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതേ സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പരമാവധി നമ്മുടെ ചാനൽ ത്രൂ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.